ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ ഫാദർ തോമസ് സെൽവി ഈനോസ്. ഞാനിപ്പോൾ നെയ്യാറ്റിൻകര ബിഷപ്സ് ഹൗസിൽ താമസിച്ചുകൊണ്ട് ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. ഞാൻ വൈദികനായിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ അസൻസോൾ രൂപതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ പ്രത്യേകമായ ഒരു അനുവാദത്തോടുകൂടെ നെയ്യാറ്റിൻകര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ തന്നെയാണ് അനുമതി കിട്ടിയിട്ടുണ്ട് ഹോളി സീലെന്ന്. അങ്ങനെ നെയ്യാറ്റിൻകര രൂപത മെത്രാനും വെസ്റ്റ് ബംഗാളിലെ രൂപത മെത്രാനും കൂടെ സമ്മതിച്ച് ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ഈ സമയം എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യനെ വിളിക്കുന്നതായിട്ട് കാണാം. പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയൊക്കെ വിളിച്ച ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരെ വിളിച്ചു. വളരെ മനോഹരമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിലൂടെ വായിച്ചു പോകുമ്പോൾ മനസ്സിലാകും എന്താണ് ദൈവവിളി. ഒരു നിശ്ചിതമായ ജീവിത അന്തസ്സിലേക്ക് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന് നൽകുന്ന പ്രത്യുത്തരമാണ് ദൈവവിളി. തീർച്ചയായിട്ടും ദൈവം എന്നെ വിളിച്ചു. ആ വിളിക്ക് ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഉത്തരം നൽകുകയാണ്. ഞാൻ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. ഈ നെയ്യാറ്റിൻകര രൂപതയിൽ പത്തനാവിള സെൻറ്റ് ജോസഫ് ഇടവകയിൽ ആണ് എൻ്റെ ജനനം. എൻ്റെ മാതാപിതാക്കൾ സാധാരണ ഒരു കർഷക കുടുംബത്തിലുള്ളവരാണ്. ഏനോസിൻ്റെയും സെൽവിയുടെയും മകനാണ് ഞാൻ. ഞങ്ങൾ 8 മക്കളാണ്, 4 ആണും 4 പെണ്ണും. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ ദൈവവിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും പഠിപ്പിച്ചു. അങ്ങനെ അൾത്താര ബാലകനായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോയത് ബ്രദർഹുഡിലേക്കാണ് പോയത്. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു. ഇടവയിൽ ഉപദേശിയായിട്ട് പത്തനാവിളയിലും കഴക്കൂട്ടം സെൻറ്റ് ജോസഫ് ഇടവയിലും സെൻറ്റ് ഡൊമിനിക്കിലൊക്കെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ദൈവവിളി ഞാൻ കണ്ടെത്തി പൗരോഹിത്യ സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങി. അപ്പോൾ വളരെ താമസിച്ചാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. പക്ഷേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പറയാനായിട്ട് സാധിക്കാത്തൊരു കാലതാമസമല്ല. ദൈവം എന്നെ ഒരുക്കിയെടുത്തതായിരുന്നു. ഞാൻ 2004 പോട്ട ആശ്രമത്തിൽ ധ്യാനം കൂടുന്ന അവസരത്തിൽ ഒരു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു വചനമാണ് എൻ്റെ ദൈവവിളിക്ക് നിദാനമായിട്ട് എനിക്ക് കിട്ടിയത്. യെശയ്യായുടെ പുസ്തകം 62-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും കത്തി ജ്വലിക്കുന്ന പന്തം പോലെ ജ്വലിക്കുന്നതുവരെ അവളെക്കുറിച്ച് നിശബ്ദനോ നിഷ്ക്രിയനോ ആയിരിക്കുകയില്ല. ഈ വചനമാണ് എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പൗരോഹിത്യത്തിലേക്കുള്ള ഈ വിളിയെ ഞാൻ സ്വീകരിക്കുവാനായിട്ട് ധ്യാനം കൂടുന്ന അവസരത്തിൽ എനിക്ക് കൗൺസിലിംഗ് നടത്തിയ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. അന്നെനിക്ക് ആ വചനത്തിൻ്റെ ഉള്ളർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഞാൻ സെമിനാരി പോയിട്ട് രോഗപീഠകളൊക്കെ എനിക്കുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ഒരിക്കലും ഒരു വൈദികനാകുവാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത പലപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും വൈദികൻ തിരുശരീരവും തിരുരക്തവും ഉയർത്തുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കും, കർത്താവെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ഉയർത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ, യോഗ്യനാക്കണമെന്ന് ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. എൻ്റെ അധികാരികളിലൂടെ എന്നെ രൂപപ്പെടുത്തി. ഞാൻ അസൻസോളിലും വെസ്റ്റ് ബംഗാളിൽ അതുപോലെ തന്നെ അരുണാചലിലൊക്കെ മിഷൻ പ്രവർത്തനമൊക്കെ ചെയ്തു തിരിച്ച് ഇവിടെ നെയ്യാറ്റിൻകര വന്നു. എൻ്റെ പട്ടമൊക്കെ തീരുമാനിച്ചു. ഇപ്പോൾ ദൈവം മനുഷ്യൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ അന്തിമ തീരുമാനമെടുക്കുന്ന ദൈവമാണ്. അതൊരു വലിയൊരു അനുഭവമാണ്. എൻ്റെ പൗരോഹിത്യ സ്വീകരണം സാധാരണ ഒരു വൈദിക വിദ്യാർത്ഥി പൗരോഹിത്യ സ്വീകരണം സ്വീകരിക്കുന്നത് പോലെ അല്ലായിരുന്നു. എൻ്റെ പട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അരുണാചലിൽ നിന്ന് കേരളത്തിലെത്തുന്നു. എൻ്റെ ഇടവകയിൽ വെച്ച് പട്ടം നടത്തുവാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. പള്ളിയിലെ പരിസരങ്ങളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്ന കണ്ടു. അതുപോലെ എൻ്റെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെയായി. എൻ്റെ അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയി. അപ്പോൾ സഹോദരങ്ങളാണ് എൻ്റെ ഓർഡിനേഷൻ്റെ കാര്യങ്ങൾ നോക്കിയത്. പ്രത്യേകിച്ച് എൻ്റെ അനുജൻ രാജൻ, അവൻ ഈ കഴിഞ്ഞ നവംബർ 5-ാം തീയതി മരണപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പട്ടത്തിന് തൊട്ട് മുമ്പ് ഞാൻ ധ്യാനം കൂടുവാനായിട്ട് തിരുവനന്തപുരത്തിലുള്ള പാങ്ങോട്
കർമ്മലിത്ത വൈദികരുടെ ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു. ധ്യാനം കൂടി പട്ടം എനിക്ക് നടക്കേണ്ടതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് അറിയുന്നു പട്ടം നടക്കില്ല. പ്രിയപ്പെട്ടൊരു ദൈവവിളിയിൽ ഏറ്റവും പ്രശ്ന സങ്കീർണമായ ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ച സമയമാണ്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, പൊട്ടിക്കരഞ്ഞു. ധ്യാനമെല്ലാം കഴിഞ്ഞിട്ട് ധ്യാനഗുരുവിൻ്റെ പറഞ്ഞു, ബ്രദറെ ഇനി ഓർഡിനേഷൻ നടക്കില്ല. ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് പറയുന്നത്, ഈ ധ്യാനത്തിൻ്റെ സമയങ്ങളിൽ ഞാൻ പിടിക്കേണ്ട കാസയും കുർബാന ഉടുപ്പൊക്കെ ഞാൻ എടുത്ത് തുറന്നൊക്കെ നോക്കുമായിരുന്നു. ഇടവേളകളിൽ ആ കാസയൊക്കെ പിടിച്ച് ഉയർത്തി നോക്കും. കുർബാന കുപ്പായത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കും. അത് ഇടുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് പട്ടം നടക്കില്ല എന്ന് പറഞ്ഞു. റോമിൽ നിന്ന് കത്ത് വന്നു. കാരണം ഞാനൊരു സന്യാസ സഭയ്ക്ക് വേണ്ടിയാണ് പഠിച്ചത്. ഞാൻ അതിൽ നിന്ന് മാറിയാണ് നെയ്യാറ്റിൻകര രൂപതയിലേക്ക് വരുന്നത്. അപ്പോൾ തുടർന്ന് ഞാൻ എവിടെ ആയിരിക്കുമെന്ന് റോമിൽ നിന്ന് അവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, മെയിൽ ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് മറുപടി കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് എൻ്റെ പട്ടം മാറ്റി വയ്ക്കേണ്ടി വന്നത്. കണ്ണുനീരോടുകൂടെ നിത്യാരാധന ചാപ്പലിലേക്ക് പോയി കർത്താവിനോട് പറഞ്ഞ് ഇപ്രകാരമാണ്, കർത്താവേ, എൻ്റെ വിശ്വാസത്തിൽ എന്നെ നിലനിർത്തണമേ. നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും എന്നെ അനുവദിക്കരുത്. ഒറ്റ പ്രാർത്ഥന. പൊട്ടിക്കരഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന വൈദികരും ബ്രദേഴ്സും ഒപ്പം കരഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പട്ടം നടക്കുന്നത്. ആദ്യത്തെ തീരുമാനം അനുസരിച്ച് നെയ്യാറ്റിൻകര രൂപത മെത്രാൻ അഭിവന്യ വിൻസെൻ്റ് സാമുവൽ തിരുമേനിയിൽ നിന്നാണ് ഞാൻ വൈദിക പട്ടം സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അസാധാരണമായും അത്ഭുതകരമായ ഒരു ഇടപെടലുണ്ടായി. എൻ്റെ പട്ടത്തിന് 3 പിതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജലന്ധറിലെ ബിഷപ്പായിരിക്കുന്ന ബിഷപ്പ് ആഗ്നലോ ഗ്രേഷ്യസ്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബിഷപ്പ് സിപ്രിയാൻ മോനീസ്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ബിഷപ്പ് വിൻസെൻ്റ് സാമുവൽ. 3 പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലെ കൈവയ്പ് കർമ്മത്തിലൂടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. അന്ന് മുതൽ ഞാനിവിടെ നെയ്യാറ്റിൻകര ബിഷപ്സ് ഹൗസിൽ താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടവകകളൊന്നുമില്ല. ഏത് ഇടവകയിലും, തിരുവനന്തപുരം രൂപതയിലായാലും നെയ്യാറ്റിൻകരയിലും മറ്റ് സ്ഥലങ്ങളിലായാലും അത്യാവശ്യത്തിന് ശുശ്രൂഷയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിലെ ദൈവവിളിയിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ സന്തോഷവാനാണ്. പക്ഷേ ആരോഗ്യപരമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കൊറോണയ്ക്ക് ശേഷം എനിക്ക് ക്രിയേറ്റിനൊക്കെ കൂടുതലാണ്. ഇപ്പോഴത്തന്നെ 8.7 ഉണ്ട്. ഡയാലിസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ടാണ് വഴി നടത്തുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദിവസം തന്നെ രാവിലെ വ്ളാത്താങ്കര പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരു കുട്ടിയുടെ ആദിർവാന നടത്തി. അത് കഴിഞ്ഞൊരു കല്ലറ പ്രാർത്ഥന നടത്തി. ഒരു വീട് ബ്ലസ് ചെയ്തു. ഇന്ന് വൈകുന്നേരം വീണ്ടും ആ പള്ളിയിൽ തന്നെ ഒരു കുർബാനയുണ്ട്, ആരാധനയുണ്ട്, പ്രസംഗമുണ്ട്. അങ്ങനെ ദൈവം ശുശ്രൂഷയിൽ ശക്തിയോടുകൂടെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് സഹനത്തിൽ മുളച്ച് വന്ന ഉയർപ്പിൻ്റെ ദൈവവിളിയാണ്, ഉയരിൻ്റെ ദൈവവിളിയാണ്. അതിൽ ഞാൻ സന്തോഷവാനാണ്. ഈ ദൈവവിളി എന്ന് പറയുന്നത് വൈദികനും സന്യാസിനിയാകുന്നത് മാത്രമല്ല, എല്ലാ ജീവിത അന്തസ്സുകളും ദൈവത്തിൻ്റെ വിളിയാണ്. പൗരോഹിത്യം, സന്യാസം, ഏകസ്ഥമായിട്ട് ജീവിക്കുന്നത്, കുടുംബജീവിതം എല്ലാം ദൈവവിളിയാണ്. ഇപ്പോൾ വ്യത്യസ്തമായ ജീവിത തലങ്ങളിൽ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരെ ദൈവം വിളിച്ചു തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചില വ്യക്തികളെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നു. ഈ പൗരോഹിത്യത്തിൽ തന്നെ 2 എണ്ണമുണ്ട്. സന്യാസ പൗരോഹിത്യമുണ്ട്, രൂപത പൗരോഹിത്യമുണ്ട്, രൂപത വൈദികനായിട്ട്. അതുപോലെ തന്നെ മിണ്ടാമഠങ്ങൾ, ആശ്രമങ്ങൾ, സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള സമർപ്പിത ജീവിതമൊക്കെ ഉണ്ട്. ഇനി വിവാഹം കഴിക്കുന്നില്ല, അതുപോലെ തന്നെ സമർപ്പണ ജീവിതത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ഏകസ്ഥരായി ജീവിക്കുന്നവരുണ്ട്. അതും ദൈവവിളിയാണ്. അപ്പോൾ ദൈവം തനിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അനാദിയിലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ഈ വ്യക്തിയിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ ആ വിളിക്ക് ഉത്തരം നൽകുമ്പോൾ അത് നിറവേറുകയാണ് ചെയ്യുന്നത്. പൗരോഹിത്യം മാത്രമല്ല ദൈവവിളി. ഒരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ
ആ വിളിക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ആ വിളിയുടെ പ്രത്യുത്തരമാണ് ദൈവവിളി. അതുകൊണ്ട് പൗരോഹിത്യം മാത്രമല്ല, സന്യാസം മാത്രമല്ല, ഏകസ്ഥരായി ജീവിക്കുന്നതും കുടുംബജീവൻ നയിക്കുന്നതും ഒക്കെ ദൈവവിളിയാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞത്, നിശ്ചിതമായ ഒരു ജീവിത അന്തസ്സിലൂടെ പിതാവായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നൽകുന്ന പ്രത്യുത്തരമാണ് ദൈവവിളി. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ധ്യാനിപ്പിക്കലാണ്. ഞാൻ ഇടവകയിലെ ധ്യാനപ്രസംഗത്തിനൊക്കെ പോകുന്നൊരച്ഛനാണ്. ഞാൻ ബിഷപ്സ് ഹൗസിലായിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമൊരു വിളിയുണ്ട്. അതായത് ഈ ബിഷപ്സ് ഹൗസിന് പരിസരത്തായിട്ട് 3 ഹോസ്പിറ്റലുണ്ട്. നിമിസ്, റോളൻസ്, നെയ്യാറ്റങ്കര ജനറൽ ഹോസ്പിറ്റൽ. ഈ 3 ഹോസ്പിറ്റലും രോഗികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് കുർബാന കൊണ്ട് കൊടുക്കുന്ന ഞാനാണ്. അതുപോലെ നമ്മുടെ കത്തോലിക്ക വിശ്വാസികളുടെ രോഗാവസ്ഥയിൽ രോഗിലേപനം ആവശ്യപ്പെടുമ്പോൾ ബിഷപ്സ് ഹൗസിൽ നിന്ന് പോയി രോഗിലേപനം കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ ദൈവം തന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് വചനപ്രഘോഷണം. അതുകൊണ്ട് തിരുനാൾ പ്രസംഗങ്ങളും ധ്യാനങ്ങളും നടത്തി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഫീസ് വർക്കായിട്ട് ഒന്നും എടുക്കുന്നില്ല. വൈദികൻ എന്ന് പറയുന്നത് പാത ഒരുക്കുന്നവനാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു ചൂണ്ടുപലകയാണ് വൈദികൻ. സർവശക്തനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ജനത്തിന് വാങ്ങിക്കൊടുക്കുവാനും ജനത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും തമ്പുരാൻ്റെ കയ്യിലെത്തിക്കുവാനുള്ള ഒരു ഉപകരണമാണ് വൈദികൻ. സമൂഹത്തിൽ ഒരു വൈദികൻ്റെ, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിച്ച വൈദികൻ്റെ സാന്നിധ്യം ജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമാണ്. വിദ്യാഭ്യാസപരമായിട്ടും വിശ്വാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ടും സമഗ്രമായിട്ട് ജനത്തിൻ്റെ വളർച്ചയ്ക്ക് പൗരോഹിത്യ ജീവിതം വളരെ നിർണായകമാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അവന് മാമോദീസ കൊടുക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ മകനും മകളാക്കി മാറ്റുവാനായിട്ട് മാമോദീസ കൊടുക്കുവാനായിട്ടൊരു വൈദികൻ വേണം. ആ കുഞ്ഞ് അല്പം ഒന്ന് വളർന്നു കഴിയുമ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്ത് കൊടുക്കുവാനായിട്ടൊരു കത്തോലിക്ക പുരോഹിതൻ വേണം. മനുഷ്യൻ തെറ്റ് ചെയ്ത് പാപത്തിൻ്റെ ചെളിയിൽ വീഴുമ്പോൾ കുംഭസാരം എന്ന കൂനാശയിലൂടെ അവനൊന്ന് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനായി നിലനിർത്തുവാനായിട്ട് കത്തോലിക്ക പൗരോഹിത്യം വേണം. ഒരു ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുവാനുള്ള സമയമാകുമ്പോഴും അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും മാർഗദർശനം കൊടുക്കുവാനും കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കുവാനും സമർപ്പണ ജീവിതത്തിലേക്കോ കുടുംബജീവിതത്തിലേക്കോ ആ വ്യക്തി ദൈവം എന്തിനു വേണ്ടി വിളിക്കുന്നു ആ വിളിക്കുള്ള പ്രത്യുത്തരത്തിന് വേണ്ടി ഒരുക്കുവാനായിട്ടൊരു പുരോഹിതൻ വേണം. അതുപോലെ തന്നെ രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ രോഗിലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനായിട്ട് ഒരു കത്തോലിക്ക പുരോഹിതന് സാധിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും നിലകൊള്ളുന്ന സമഗ്ര വിമോചനത്തിൻ്റെയും രക്ഷയുടെയും അടയാളമാണ് കത്തോലിക്ക പുരോഹിതൻ, പൗരോഹിത്യ ജീവിതം. വൈദിക പരിശീലന കാലഘട്ടം, ഫോർമേഷൻ കാലഘട്ടം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇടിച്ചു പിഴിയലിൻ്റെ കാലഘട്ടമാണ്. രൂപവൽക്കരിക്കുക, രൂപീകരണം. ഇപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ പോയി ഒരു കുട്ടി പഠിച്ചു വരുന്നത് പോലെയല്ല. കാരണം ഒരു പുരോഹിതൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളക്കായി നിൽക്കേണ്ടവനാണ്. അവൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും പ്രകാശമായി തീരേണ്ടവനാണ് പുരോഹിതൻ. അതുകൊണ്ട് ഒരു വ്യക്തി സമഗ്രമായിട്ടുള്ള പഠനത്തിലേക്ക് കടന്നു വരണം. ഇപ്പോൾ സെമിനാരിയിൽ മിനിമം ഡിഗ്രി എങ്കിലും ഉണ്ടാകണം ആദ്യം. അത് കഴിയുമ്പോൾ ഫിലോസഫി പഠിക്കാനായിട്ട് വിടും. അത് കഴിയുമ്പോഴാണ് തിയോളജി പഠിക്കാനായിട്ട് വിടുന്നത്. പക്ഷേ ഫിലോസഫിയുടെ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് ദൈവവിളി ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലവരും ദൈവവിളി ഉപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഫിലോസഫി പഠിക്കുന്ന കാലത്താണ്. കാരണം ഫിലോസഫി നമ്മൾ വിശ്വാസത്തിൽ കാണുന്ന ഒന്നല്ല, കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. എല്ലാത്തിനും കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഇന്നലെ വരെ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസം, ഇടവകളിൽ നിന്ന് കിട്ടിയ മതബോധനം,
അതൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയമാണ്. എന്നാൽ ഈ കാര്യകാരണങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യൻ ദൈവത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങും. അത് 4 വർഷത്തെ പഠനമാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ കൂദാശകളെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും സഭാവിജ്ഞാനത്തെക്കുറിച്ചൊക്കെ ആഴമായിട്ട് പഠിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് ആഴമായ അനുഭവത്തിലേക്ക് വരുന്നത് ഈ കാലഘട്ടമാണ്. അപ്പോഴെന്തെന്നില്ലാത്തൊരു ദാഹം നമ്മുടെ മനസ്സിലുണ്ടാകും. എൻ്റെ ജീവിതത്തിലുണ്ടായി അതാണ്. ഓരോ ദിവസങ്ങളും പൗരോഹിത്യത്തെ സ്വപ്നം കാണുന്ന ദിവസങ്ങളാണ്. ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ പൗരോഹിത്യം വന്നത്. എന്നാൽ രാവിലെ എഴുന്നേൽക്കണം, വീട്ടിലാണ് നമുക്ക് സുഖമായിട്ടാണ് ഉറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി. മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ്വുകൾ കാണിക്കാം. പക്ഷേ സെമിനാരിയിൽ പറ്റില്ല. രാവിലെ അതിരാവിലെ മണിയടിക്കുമ്പോൾ കട്ടിൽ തീ പിടിച്ചതുപോലെ ചാടി എഴുന്നേൽക്കണം, കർമ്മമണ്ഡലത്തിൽ ഓടിപ്പോകണം, ബലിയർപ്പണത്തിനും പ്രാർത്ഥനയിലും പങ്കെടുക്കണം. ആ കിട്ടുന്ന ശക്തി കൊണ്ട് ആ ദിവസം മുന്നോട്ട് പോകണം. അതോടൊപ്പം മറ്റൊരു കാര്യം, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്ന വൈദിക വിദ്യാർത്ഥികളാണുള്ളത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സും ചിന്താഗതി ഒന്നുപോലെ അല്ല. അപ്പോൾ ഈ എല്ലാവരുടെയും മനസ്സുകളെ ഒന്നാക്കി മാറ്റുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഇടിച്ച് പിഴിയലിൻ്റെ സമയമാണ് രൂപീകരണ കാലഘട്ടം. കാരണം ഒരു വൈദികൻ, ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ എപ്പോഴും പറയുമായിരുന്നു, ഒരു വൈദികൻ വിചാരിച്ചാൽ ഒരാത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റും. പക്ഷേ ഒരു വൈദികൻ വിചാരിച്ചാൽ ആയിരക്കണക്കിന് ആത്മാക്കളെ നിത്യാഗ്നിയിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് ഒരു വൈദികൻ്റെ ജീവിതമെന്ന് പറയുന്നത് ജനത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവായി മാറുന്ന അനുഭവമാണ്. ഇഞ്ചിഞ്ചായി കുരിശിൽ പിടയുന്ന അനുഭവമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിൽ ഒത്തിരി വെല്ലുവിളികളൊക്കെ വരുന്നുണ്ട്. ഞാൻ തന്നെ സെമിനാരിൽ പോകാനായിട്ട് എൻ്റെ അമ്മയുടെ സഹോദരന്മാർ, എൻ്റെ മാമന്മാരുടെ അടുത്ത് പോയി യാത്ര ചെയ്യാൻ പോയി. അപ്പോൾ മാമന്മാരുടെ അനുഗ്രഹം വേണമെന്ന് അമ്മ പഠിപ്പിച്ചു തന്നു. ഞാൻ പോയി. എന്നോട് എനിക്ക് 6 മാമന്മാരുണ്ട്. എല്ലാവരും പറഞ്ഞ ഒരു വാക്കാണ്, നീ പോകണ്ട, നീ പോയി നിൻ്റെ അമ്മയെ നോക്കി വീട്ടിൽ ജോലി ചെയ്ത് നോക്കാൻ പറഞ്ഞു. കാരണം എൻ്റെ അപ്പം മരിച്ച സമയമായിരുന്നു, കാലഘട്ടമായിരുന്നു. സഹോദരിമാർ 4 പേരാണ്, ആരെയും കെട്ടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവന്മാർക്ക് എല്ലാവർക്കും ഈ സഹോദരിമാരെ കെട്ടിക്കുക, അവർക്ക് വേണ്ടി അധ്വാനിക്കുക, കുടുംബത്തെ പുലർത്തതായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പനും അമ്മയും കത്തിച്ച ഒരു വിളക്കുണ്ടായിരുന്നു, ദൈവവിളിയുടെ. അത് സ്വന്തമാക്കി അമ്മ പരിപൂർണമായി സപ്പോർട്ടായിരുന്നു, സഹോദരങ്ങൾ പരിപൂർണ്ണ സപ്പോർട്ടുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്നും എനിക്ക് തുണയാണ്, ശക്തിയാണ്. ഇനി അച്ഛനായി കഴിഞ്ഞു, കൈവയ്പ് ശുശ്രൂഷയിലൂടെ വൈദികനായി. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സ്നേഹബന്ധം കിട്ടുന്ന മറ്റൊരു ജീവിത അന്തസ്സില്ല. ഈശോ പറഞ്ഞില്ലേ, എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി, സ്വന്തം മാതാപിതാക്കളെയൊക്കെ വിട്ടുപേക്ഷിച്ച് വരുന്നവന് ഇരട്ടി കിട്ടുന്നു, ഒപ്പം അതിനകത്ത് പീഡകളും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് എനിക്കും ഒത്തിരി അനുഭവങ്ങളുണ്ട്. രോഗാവസ്ഥകളും വേദനകളും ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കുരിശിൽ പിടയുന്നൊരു അനുഭവം തോന്നും. പക്ഷേ നമുക്കൊരു ചിന്തയുണ്ട്, അല്പമണിക്കൂറുകൾ മാത്രമാണ്, അത് കഴിയുമ്പോൾ ഉയർപ്പിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവവിളി എപ്പോഴും എനിക്ക് ശക്തിയും പ്രചോദനവുമാണ്. വിശ്വാസ ജീവിതം പോലെ തന്നെയാണ് വിദ്യാഭ്യാസവും. ഒരു വ്യക്തി 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി വരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്നു. ഈ മനുഷ്യൻ വൈദികനായിട്ട് ജനത്തിൻ്റെ അടുത്ത് ഇറങ്ങി ചെല്ലുന്നത് നമ്മളെക്കാൾ വളരെയേറെ പഠനവും അറിവും ജ്ഞാനവും നിറഞ്ഞ മനുഷ്യരുടെ അടുത്തിലേക്കാണ്. ഒരു വൈദികൻ്റെ അടുത്തേക്ക് 100 കണക്കിന് ചോദ്യങ്ങളുമായിട്ടാണ് ജനം കടന്നു വരുന്നത്. ജീവിത പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഒരു വൈദികൻ്റെ സാന്നിധ്യവും അറിവും വേണ്ടി അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സഭ വൈദിക പരിശീലനത്തിൽ വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ സബ്ജക്റ്റുകളെടുത്ത് ആ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി ഡോക്ടറേറ്റൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട്, ബൈബിളും കത്തോലിക്ക സഭയും മാത്രമല്ല, ലോക മതങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ടൊരു കത്തോലിക്ക പുരോഹിതന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു കത്തോലിക്ക പുരോഹിതൻ്റെയും അധരങ്ങളിൽ നിന്ന് മറ്റൊരു മതത്തെ വിമർശിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ തരത്തിലുള്ള ഒരു പ്രസംഗങ്ങളും സാധാരണ വരാറില്ല. അപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കണം.
അപ്പോൾ യേശുവാകുന്ന വഴി, യേശുവാകുന്ന സത്യം, യേശുവാകുന്ന ജീവൻ, അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസം നമ്മൾ ജനത്തെ പഠിപ്പിക്കണം. അല്ലാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കയ്യടി കിട്ടുവാനായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ അറിവുകളൊക്കെ തെറ്റായി മാറുന്നത്. അതുപോലെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിയുമ്പോഴും ശരി ഇപ്പോൾ ഒരാളുടെ ഭാഗത്തായിരിക്കാം, 99 ആൾക്കാർ ഭൂരിപക്ഷം നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തില്ല എങ്കിൽ പോലും ഈ ശരി ഒന്നാണെങ്കിൽ അതൊന്ന് മതി. ആ ഉറച്ച തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഫോർമേഷൻ കാലഘട്ടത്തിൽ കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, തത്വശാസ്ത്രം പഠിക്കുന്നുണ്ട്, ദൈവശാസ്ത്രം പഠിക്കുന്നുണ്ട്, പല ഭാഷകൾ പഠിക്കുന്നുണ്ട്. ലാറ്റിനും ഹീബ്രുവും അരമയായും ഇങ്ങനെ തുടങ്ങുന്ന ലത്തീനും പല ഭാഷകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അറിവുകൾ സമ്പാദിച്ചു വരുമ്പോൾ അറിവ് ജ്ഞാനമാണല്ലോ, അത് വിളക്കാണല്ലോ. അത് ഇരുട്ടിൻ്റെ മുമ്പിൽ അത് കത്തിക്കുമ്പോഴേക്കും ആ ഇരുളെല്ലാം മാറിപ്പോകും. അന്ധകാരത്തിലായിരുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നിഴൽ വീശിയുടെ മേൽ പ്രകാശം ഉദയം ചെയ്തെന്ന് പ്രവാചകൻ പറയുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, ദൈവാനുഭവമുള്ള, സർവ്വ ദൈവാനുഭവമുള്ള ഒരു പുരോഹിതൻ്റെ സാന്നിധ്യവും അത് കിട്ടുന്ന ഫോർമേഷൻ്റെ കാലഘട്ടത്തിലെ അനുഭവങ്ങളുമാണ്. എൻ്റെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ രസകരമാണ്. ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു വൈദികനാണ്. ഞാൻ വിവാഹ ആശീർവാദം നടത്താൻ പോകാറുണ്ട്, ജ്ഞാനസ്നാനം നടത്താറുണ്ട്, പല കൂദാശകൾ പരികർമ്മം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ശവസംസ്കാര കർമ്മം നടത്താൻ പോകുന്നത് എനിക്ക് ഭയങ്കര ദൈവാനുഭവമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര അനുഭവമാണത്. എൻ്റെ ഭാവി ജീവിതം തുടർന്ന് എന്താണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, കർത്താവിൽ വിലയം പ്രാപിക്കുക. കർത്താവിൻ്റെ പ്രകാശവും ലക്ഷ്യമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവൻ്റെ സങ്കേതമാണ്, ഞാൻ ആരെ പേടിക്കണം? മാൻപേട നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഈ 2024 നവംബർ മാസം 5-ാം തീയതി എൻ്റെ സഹോദരൻ, എൻ്റെ നേരെ ഇളയ ആൾ മരണപ്പെട്ടു. കുറച്ച് നാൾ സുഖമില്ലാതെ കിടന്നു. ഞാൻ വിശുദ്ധ കുർബാന കൊണ്ട് കൊടുക്കും. എൻ്റെ കൈ കൊണ്ട് ഞാൻ കുരിശ് വരച്ച് രോഗീലേപനം കൊടുത്തു. അവന് യാത്രയ്ക്കുള്ള ബ്ലെസ്സിങ് കൊടുത്തു. അവൻ്റെ ശവസംസ്കാര കർമ്മം ഞാൻ ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് കർത്താവിൽ എത്രയും വേഗം ഓടിയെത്തുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള ചിന്തയാണ്. ഇന്ന് എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ഞാനിന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാമപ്രാർത്ഥന ചൊല്ലുന്നു, എന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഓരോ ദിവസവും കണ്ടെത്തുന്നു, അതോടൊപ്പം മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതുതന്നെയാണ് ഈ ലോകം കഴിഞ്ഞ് എൻ്റെ മരണാനന്തര ജീവിതത്തിലും ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്. ഈ ജോലിയാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇവിടെ ഞാൻ അടയാളങ്ങളിലൂടെ ചെയ്യുന്ന കൂദാശകളുടെ യഥാർത്ഥ ചൈതന്യം സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും എന്ന പ്രതീക്ഷയുള്ളതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷകളിൽ അല്പം പോലും മങ്ങലേൽക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നൊരു കാര്യം അവർ പറയാറുണ്ട്, അച്ഛൻ്റെ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഒരു പ്രവാചക ശബ്ദം പോലെ പ്രത്യേകിച്ച് വചനത്തെ വളച്ചൊടിക്കുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നൊരു വൈദികനല്ല. എന്നെ സെമിനാരിലേക്ക് വിട്ട വൈദികനും എനിക്ക് സെമിനാരിലെ പരിശീലനം തന്ന വൈദികരും എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു പ്രവാചകനാണ് പുരോഹിതൻ. ആ പ്രവാചക ദൗത്യത്തിൽ മായം ചേർക്കാതെ മുന്നോട്ട് പോകണമെന്നതാണ്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും, പ്രാർത്ഥിക്കും.